ട്രേഡിങ്ങിൽ സക്സസ്ഫുൾ ആകാനുള്ള ഒരു സീക്രട്ടാണ് നമ്മളിന്ന് സംസാരിക്കാണ്ട് പോകുന്നത്. എല്ലാ ആളുകൾക്കും അറിയാം, പക്ഷെ സംഭവം സീക്രട്ടാണ്. എന്താണെന്ന് പറയാം? എല്ലാ ആൾക്കും അറിയാം, പക്ഷെ സീക്രട്ടാണ്. യെസ്, അതെന്ത് സീക്രട്ടാണ്? അതാണ് ഒരാൾ എന്തുകൊണ്ടായിരിക്കും ട്രേഡിങ്ങിൽ പരാജയപ്പെടുന്നത്. ഈ സീക്രട്ട് അറിയാത്തതുകൊണ്ടായിരിക്കും. ഈ സീക്രട്ട് അറിയാത്തതുകൊണ്ടാണ് പരാജയപ്പെടുന്നത്. എന്നാൽ ഇന്ന് ഞാൻ ആ സീക്രട്ട് റിവീൽ ചെയ്യാൻ പോവാണ്. ഞാൻ പരിചയപ്പെട്ടിട്ടുള്ള പരാജയപ്പെട്ട ട്രേഡേഴ്സിലെ 100% ആളുകളും ചെയ്യാത്തൊരു കാര്യം, എന്നാൽ ഞാൻ പരിചയപ്പെട്ടിട്ടുള്ള സക്സസ്ഫുൾ ട്രേഡേഴ്സിലെ 100% ട്രേഡേഴ്സും ചെയ്യുന്നൊരു കാര്യം, ഇതാണ് ഞാൻ പറയാനായിട്ട് പോകുന്നത്. ഒന്നുമില്ല, ജസ്റ്റ് കണക്കെഴുതി സൂക്ഷിക്കുക എന്നുള്ളത് തന്നെയാണ്. ഏത് ബിസിനസ് എടുത്താലും ഇൻകം എക്സ്പെൻസും എത്രയാണെന്ന് മാസാവസാനം കണക്കെഴുതി എങ്ങനെ എക്സ്പെൻസ് കുറയ്ക്കാമെന്നും എങ്ങനെ ഇൻകം കൂട്ടാമെന്നും പ്ലാൻ ചെയ്താൽ മാത്രമല്ല സക്സസ് ആവത്തുള്ളൂ. ഏതൊരു ബിസിനസ് ആണെങ്കിലും ട്രേഡിങ്ങിലും അങ്ങനെ തന്നെയാണ്. എല്ലാ ദിവസത്തെയും പ്രോഫിറ്റും ലോസും കൃത്യമായിട്ട് എഴുതി വെച്ച് കണക്ക് നോക്കി ഒരു ട്രേഡിംഗ് ജേണൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ അവർ സക്സസ്ഫുൾ ആകും. ഇങ്ങനെ പറഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലാവില്ലായിരിക്കും. ഞാനൊരു എക്സാമ്പിൾ വേണമെങ്കിൽ പറഞ്ഞുതരാം. സിൽവിയുടെ ലാസ്റ്റ് യൂട്യൂബ് വീഡിയോയിൽ സിൽവി വിവാപ്പ് വെച്ച് ട്രേഡ് ചെയ്യുന്ന ഒരു ട്രേഡിംഗ് സ്ട്രാറ്റജി പറയുന്നുണ്ട്. ഓക്കെ, അപ്പം ഞാൻ അത് വെച്ച് പഠിച്ച് ട്രേഡ് ചെയ്യാൻ ഇരിക്കുകയാണ്. എനിക്ക് ആദ്യത്തെ ദിവസം ട്രേഡ് കിട്ടി, നല്ല ട്രേഡായിരുന്നു, ഞാൻ ഹാപ്പിയാണ്, ട്രേഡ് ചെയ്തു. രണ്ടാമത്തെ ദിവസം വിവാപ്പിൽ നിന്ന് ഒരു ചെറിയ ക്യാൻഡിൽ വരുന്നതിന് മുൻപ് തന്നെ വരും എന്ന് വിചാരിച്ച് ഞാൻ ആദ്യമേ എൻട്രി എടുക്കുകയാണ്. വന്നില്ല, എൻ്റെ സ്റ്റോപ്പ് ലോസ് അടിച്ചു. അപ്പോൾ എൻ്റെ മനസ്സിൽ ഈ സ്ട്രാറ്റജി വർക്ക് ചെയ്തില്ല. രണ്ടാമത്തെ ദിവസം ആക്ച്വലി ഒരു നല്ല ക്യാൻഡിൽ വന്നു, വിവാപ്പിൽ നിന്ന് ക്യാൻഡിൽ വന്നു, ഞാൻ എൻട്രി എടുത്തു, പക്ഷെ അന്ന് സ്റ്റോപ്പ് ലോസ് അടിച്ച്. മൂന്നാമത്തെ ദിവസം ഞാൻ ഈ റൂൾ തെറ്റിച്ച് എൻട്രി എടുത്തു, ലോസ് അടിച്ച്. ഞാൻ ആ സ്ട്രാറ്റജീനെ കുറ്റം പറയും. ആക്ച്വലി ഞാൻ ആ സ്ട്രാറ്റജീനെ കുറ്റം പറയും. കാരണം 4 ദിവസം ട്രേഡ് ചെയ്തു, എനിക്ക് ഒരു ദിവസം മാത്രമേ പ്രോഫിറ്റ് കിട്ടിയുള്ളൂ. അൾട്ടിമേറ്റ്ലി എന്ത് സ്ട്രാറ്റജിയാണത്, എൻ്റെ സമയവും പോയി എന്നുള്ള ഒരു മൈൻഡ് സെറ്റിൽ നമ്മൾ ഇരിക്കും. എന്നാൽ ട്രേഡിംഗ് ജേണൽ എഴുതുകയാണെന്ന് വിചാരിക്കും. ഞാൻ എല്ലാ ദിവസവും വൈകുന്നേരം ഈ ട്രേഡ് എടുത്ത് എഴുതി തന്നു. ആദ്യത്തെ ദിവസം സ്ട്രാറ്റജി കൊള്ളാം, കറക്റ്റ് എൻട്രി, കറക്റ്റ് പ്രോഫിറ്റ്. രണ്ടാമത്തെ ദിവസം ഞാൻ എന്ത് എഴുതും? ഞാൻ ഇന്ന് റൂള് തെറ്റിച്ചു, സ്ട്രാറ്റജി ഫോളോ ചെയ്തില്ല, എനിക്ക് ലോസ് അടിച്ചു എന്ന് എഴുതും. മൂന്നാമത്തെ ദിവസം ഞാൻ എന്ത് എഴുതും? റൂള് ശരിയാണ്, ഞാൻ എൻട്രി എടുത്തെങ്കിൽ ഇന്ന് സ്റ്റോപ്പ് ലോസ് അടിച്ചു എന്ന് എഴുതും. അടുത്ത ദിവസം എന്ത് എഴുതും? ഞാൻ റൂള് തെറ്റിച്ചു എന്ന് എഴുതും. അപ്പോൾ അൾട്ടിമേറ്റ്ലി 2 ദിവസം മാത്രമാണ് സ്ട്രാറ്റജി വെച്ച് ട്രേഡ് ചെയ്തിട്ടുള്ളൂ. ഒരു ദിവസം കൃത്യമായിട്ടുള്ള റിട്ടേൺ കിട്ടി, ഒരു ദിവസം സ്റ്റോപ്പ് ലോസ് അടിച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലാകും ഇതെൻ്റെ സ്ട്രാറ്റജിയുടെ പ്രോബ്ലം അല്ല, ഞാൻ റൂള് തെറ്റിച്ചത് കൊണ്ടാണ് എനിക്ക് മിസ്റ്റേക്ക് പറ്റിയത് എന്ന് എനിക്ക് മനസ്സിലാകും. ഈ ജേണൽ എഴുതാത്ത ഒരാൾ എന്ത് ചെയ്യും? 4ാമത്തെ ദിവസം ഈ സ്ട്രാറ്റജി നിർത്തി പുതിയ സ്ട്രാറ്റജി അന്വേഷിച്ചു പോകും. ഈ സ്ട്രാറ്റജിയിലെ റിസ്ക് റിവാർഡ് എങ്ങനെ കൂട്ടാമെന്നൊന്നും ആലോചിക്കുക പോലുമില്ല. അപ്പോൾ ഒരു സെറ്റപ്പ് ഇമ്പ്രൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത്, പുതിയ സെറ്റപ്പ് അന്വേഷിച്ച് പോവുകയല്ല ചെയ്യുന്നത്. അതിനുവേണ്ടി കണക്ക് എഴുതി സൂക്ഷിച്ചേ പറ്റൂ. ഇങ്ങനെ സൂക്ഷിച്ചില്ലെങ്കിൽ സക്സസ്ഫുൾ ആകാൻ പോകുന്നില്ല. തീർച്ചയായിട്ടും പലരും ചെയ്യാത്തൊരു കാര്യം തന്നെയാണ് ഈ ട്രേഡിംഗ് ജേണൽ എഴുതുന്നില്ല എന്നുള്ളത്. എന്തൊക്കെ കാര്യമാണ് ഇതിൽ എഴുതേണ്ടത്? എന്തൊക്കെ നോട്ട് ചെയ്യണം? എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യണം? ഓക്കെ, നമുക്ക് മെയിൻലി ഇത് വേണമെങ്കിൽ എക്സലിൽ ചെയ്യാം, അല്ലെ ഒരു 200 പേജിൻ്റെ ബുക്ക് വാങ്ങി അതിൻ്റെ അകത്ത് എഴുതി വയ്ക്കാവുന്ന കാര്യമുള്ളൂ. ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ഡേറ്റ് വേണം. ഒരു ഡേറ്റിൻ്റെ അണ്ടറിൽ ഒരു 3, 4, 5 ട്രേഡ്, ഇന്ന് ചെയ്ത എല്ലാ ട്രേഡുമാണ് നമ്മൾ ലിസ്റ്റ് ഔട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒരു ട്രേഡ് എഴുതുമ്പോൾ അത് ഏത് സ്ക്രിപ്റ്റിലാണ്, അത് ഏത് സമയത്താണ് എൻട്രി എടുക്കുന്നത്, അത് ബൈ ആണോ സെല്ലാണോ, അത് ലോങ് ആണോ ഷോർട്ടാണോ, അതിൻ്റെ ടാർജറ്റ് എത്ര, എൻ്റെ എൻട്രി പ്രൈസ് എത്ര, ടാർജറ്റ് എത്രയായിരുന്നു, സ്റ്റോപ്പ് ലോസ് എത്രയായിരുന്നു, എത്രയാണ് ബുക്ക് ചെയ്തത്, റിസ്ക് റിവാർഡ് എത്രയുണ്ട്, ഏത് മെത്തേഡാണ് യൂസ് ചെയ്തത്, യൂസ് ചെയ്ത ടോട്ടൽ ക്യാപിറ്റൽ എത്ര, ദെൻ നമ്മുടെ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് എഴുതി നമുക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളൊരു കമൻറ്റ്. ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് എഴുതി പോവുക. എല്ലാ ട്രേഡിൻ്റെയും ഒരു ദിവസം എൻഡ് ചെയ്യുമ്പോൾ ആ ദിവസത്തെ ഓവറോൾ എക്സ്പീരിയൻസ് എഴുതാനായിട്ട് ഒരു കോളം മാറ്റി വയ്ക്കുക. ഇങ്ങനെ എല്ലാ ദിവസവും നമ്മൾ എഴുതി പോയി കഴിഞ്ഞ് എല്ലാ ദിവസത്തെയും ആവറേജ്, എല്ലാ ദിവസത്തെയും പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്നുള്ള കൗണ്ട് വേണം. പിന്നെ ഒരു മാസമൊക്കെ എത്തുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? പ്രോഫിറ്റബിൾ ട്രേഡിൻ്റെ ആവറേജ് എത്രയുണ്ട്, ലോസ് ട്രേഡിൻ്റെ ആവറേജ് എത്രയുണ്ടെന്ന് കൂടി ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് വന്നിട്ട് നമ്മുടെ നമ്പർ ഓഫ് ലോസിൻ്റെ ആവറേജിൻ്റെ ഇരട്ടി പ്രോഫിറ്റിൻ്റെ ആവറേജ് ഉണ്ടാകണം എന്നുകൂടി നമ്മൾ ഉറപ്പ് വരുത്തുക. ഇങ്ങനെ ഇത് എഴുതി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പല കാര്യങ്ങളും നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാം. ആവറേജ് ട്രേഡ് പ്രോഫിറ്റും ആവറേജ് ട്രേഡ് ലോസും കണ്ടുപിടിക്കുക. ഇത് 1:2 ഉണ്ടെങ്കിൽ നമ്മൾ സക്സസ്ഫുൾ ആകും. കാരണം നമ്മുടെ ട്രേഡിങ് മെത്തേഡ് ഒരു 55%, 50% ഒക്കെ
സക്സസ് ആയാൽ മതി. ഇങ്ങനെ വളരെ ഈസി ആയിട്ട് ഏതൊരാൾക്കൊരു ബുക്ക് മേടിച്ച് അതിൻ്റെ അത് എഴുതി വെക്കാവുന്നേ ഉള്ളൂ. ട്രേഡിംഗ് ചാനൽ ഇത്ര വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അല്ലെങ്കിൽ ഒരു എക്സൽ കീപ്പ് ചെയ്യാം. ഇതാണ് പലരും, അതായത് ചിലർ ചാർട്ടുകൾ സ്ക്രീൻഷോട്ട് എടുത്ത് സേവ് ചെയ്ത് വെക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അതിൻ്റെ ആവശ്യമുണ്ടോ? ഉറപ്പായിട്ടും. അതായത് ഇത് കുറച്ചുകൂടി ഇപ്പോൾ ഇത്രയും തന്നെ ആൾക്കാർ ചെയ്യുന്നില്ല, പക്ഷേ നന്നായിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാർ. ഇപ്പോൾ ഞാൻ പല സ്ട്രാറ്റജീസിൻ്റെ ബാക്ക് ടെസ്റ്റും ഫോർവേഡ് ടെസ്റ്റും ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് റെഫർ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഓപ്ഷൻസിൻ്റെ ചാർട്ട് പ്രീവിയസ് കിട്ടാൻ പെയ്ഡ് വെർഷൻസൊക്കെ ഉള്ളൂ. നമുക്ക് ഫ്രീ വെർഷൻസിൽ ആരും പ്രൊവൈഡ് ചെയ്യുന്നില്ല. ഓപ്ഷൻസിൻ്റെ ചാർട്ട് കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ 2022 ഓഗസ്റ്റ് 15 ഉള്ള എക്സ്പയറിയുടെ ബാങ്ക് നിഫ്റ്റിയുടെ ചാർട്ട് വേണം എന്ന് കരുത്, എവിടെ പോയി എടുക്കും? നമുക്ക് അവൈലബിൾ അല്ല. പെയ്ഡ് വെർഷൻസ് ഉണ്ട്, നമുക്ക് പെയ്ഡ് ചെയ്ത് കിട്ടുന്ന സ്ഥലങ്ങളുണ്ട്. എന്നാൽ ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിങ്ങനെ തന്നെ നമ്മൾ എടുത്ത് വെക്കുകയാണെങ്കിൽ ഭാവിയിൽ നമുക്കിതെടുത്ത് റെഫർ ചെയ്യാം. ഞാൻ എൻ്റെ റൂൾ എവിടെയാണ് തെറ്റിയെന്ന് നോട്ട് ചെയ്യാം. അപ്പോൾ ഇതുപോലൊരു പാറ്റേൺ റിപ്പീറ്റ് ചെയ്ത് വന്നാൽ ഓടി വന്നിട്ട് എടാ ഇത് ഞാൻ അന്ന് കണ്ട പാറ്റേൺ ആണല്ലോ, ഓക്കെ ഇത് തന്നെയാണോ റിപ്പീറ്റ് ചെയ്യാൻ പോകുന്നതെന്ന് ഫീൽ ചെയ്തുകൊണ്ട് എന്താ പറയുക, ഇത് നമ്മൾ എക്സ്പീരിയൻസിൽ നിന്ന് വീണ്ടും ട്രേഡ്സ് പുഷ് ചെയ്ത് നമുക്ക് വൻ സക്സസ്സിലോട്ട് പോകാൻ പറ്റും. അപ്പോൾ ചാർട്ട് എടുത്ത് വയ്ക്കുന്നത് നല്ല ശീലമാണ്. ഞാൻ എടുത്ത് വയ്ക്കാറുള്ള ആളാണ്. പല നല്ല ട്രേഡേഴ്സും ചാർട്ട്സ് ഇങ്ങനെ എടുത്ത് വയ്ക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ കൃത്യമായിട്ട് ലെഡ്ജർ എഴുതി സൂക്ഷിക്കുക, ട്രേഡിംഗ് ജേണൽ എഴുതി സൂക്ഷിക്കുക, മന്ത് എൻഡിൽ എടുത്തിട്ട് കണക്ക് നോക്കുക, എത്ര നഷ്ടപ്പെട്ടു, എത്ര കിട്ടി, ബ്രോക്കറേജ് എത്ര കൊടുത്തു, ഇങ്ങനെ പോയിട്ട് കാര്യമുണ്ടോ, ഞാൻ എവിടെയാണ് ഇമ്പ്രൂവ് ചെയ്യേണ്ടത്. ചില ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഞാൻ എൻ്റെ കഴിഞ്ഞ വർഷത്തെ ട്രേഡിംഗ് ജേണൽ മൊത്തത്തിൽ എടുക്കുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ലോസ് വന്ന ഡേയ്സ് എന്ന് പറയുന്നത് ഇവൻറ്റുകളിലാണ്. ഓക്കെ, ഇവൻറ്റുകളിൽ എനിക്ക് നല്ല ലോസ് അടിക്കുന്നുണ്ട്. അപ്പം ഞാൻ ഈ വർഷം ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് ഇവൻ്റ് ഉള്ള ദിവസം ട്രേഡ് ചെയ്യുന്നില്ല. എനിക്ക് ഏറ്റവും കൂടുതൽ ലോസ് വന്നിരിക്കുന്നത് ഇവൻറ്റിലാണെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം, ഇവൻറ്റിനെ അങ്ങോട്ട് അവോയ്ഡ് ചെയ്യാം. അപ്പോൾ എൻ്റെ ലോസിൽ വലിയൊരു കുറവിലുണ്ടാവില്ലേ, വലിയൊരു കുറവ് എൻ്റെ ലോസിലുണ്ടാകും. അപ്പോൾ എൻ്റെ പ്രോഫിറ്റ്സ്, ആവറേജ് പ്രോഫിറ്റ് ഭയങ്കരമായിട്ട് കയറി പോവുകയും ചെയ്യും. അപ്പോൾ ഇതാണ്, ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നന്നായിട്ട് ട്രേഡ് ചെയ്യുന്ന ആൾക്കാർക്ക് നല്ല ഇമ്പ്രൂവ്മെൻറ്റ്സ് ഉണ്ടാക്കാനായിട്ട് പറ്റും. തീർച്ചയായിട്ടും. അപ്പോൾ എനിക്ക് തോന്നുന്നു എല്ലാവരും ട്രേഡിംഗ് ചാനൽ യൂസ് ചെയ്യുക, ട്രേഡിംഗ് ചാനൽ ഇനിയെങ്കിലും എഴുതി തുടങ്ങുക, എന്നിട്ട് ട്രേഡ് ചെയ്യുക. എന്തെങ്കിലുമൊക്കെ ചെയ്തു, കുറച്ച് നാൾ പ്രോഫിറ്റ് കിട്ടി, കുറച്ച് നാൾ ലോസായി, കുറേ കാശ് പോകുമ്പോൾ ഇട്ടിട്ട് പോവുക, അങ്ങനത്തെ ഒരു ലേസിനെസ് കാണിക്കാതെ അല്ലേ. ഈ ടിപ്പ് കിട്ടി ട്രേഡ് ചെയ്യുന്ന ആൾക്കാർക്ക് ജേണൽ എഴുതേണ്ട കാര്യമൊന്നുമില്ല, അവരെന്തായാലും സക്സസ്ഫുൾ ആവാൻ പോകുന്നില്ല. നിങ്ങൾ സ്വന്തമായിട്ട് പഠിച്ച് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ജേണൽ എഴുതി സൂക്ഷിക്കുക. എന്നാൽ മാത്രമേ നിങ്ങൾ ഒരു സക്സസ്ഫുൾ കരിയർ ട്രേഡിങ്ങിൽ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ, അൾട്ടിമേറ്റ്ലി പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. തീർച്ചയായും അത് മനസ്സിലാക്കുക. നമുക്ക് വേണമെങ്കിൽ ജേണലിൻ്റെ ഒരു സാമ്പിൾ നമുക്ക് ഡിസ്ക്രിപ്ഷനിൽ വേണമെങ്കിൽ കൊടുക്കാം, ആവശ്യമുള്ള ആൾക്കാർക്ക് അത് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പുകളിലൊക്കെ നമുക്ക് വേണമെങ്കിൽ പ്രൊവൈഡ് ചെയ്യാം. ഓക്കെ, തീർച്ചയായിട്ടും. സോ ട്രേഡിംഗ് ജേണൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ട്രേഡിംഗ് ജേർണിയിൽ. അപ്പോൾ തീർച്ചയായിട്ടും ജേണൽസ് യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇതുപോലെ കൂടുതൽ ഇൻഫർമേഷൻസിന് വേണ്ടിയിട്ട് നമ്മൾ ഫോളോ ചെയ്യുക. വീണ്ടും ഒരു പോഡ്കാസ്റ്റ് ആയിട്ട് കാണുന്നവരെ ഗുഡ് ബൈ.